കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെയും മകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അമ്പായത്തോട് സ്വദേശി നസ്ജയും മകളുമാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് നൌഷാദിനെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. മയക്കുമരുന്നിനടിമയായ നൌഷാദ് ഭാര്യയെയും മകളെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനം സഹിക്കാൻ കഴിയാതെ മകളുമായി പുറത്തേക്കോടിയ യുവതിയെ വെട്ടുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി. അർദ്ധരാത്രി വീട് വിട്ടോടിയ യുവതിയെയും മകളെയും നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ 8 വയസ്സുകാരി മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കേറ്റിട്ടുണ്ട്. മാപ്പിള വന്നുങ്ങാണ്ട് തുടങ്ങി കച്ചറ. അത് കഴിഞ്ഞ് കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലൊന്ന് പറഞ്ഞു തന്നെ മർദ്ദിച്ചതാ. കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താരോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മോളെയും കൊണ്ട് ആ വണ്ടിൻ്റെ മുന്നിൽ ചാടാൻ വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാ. എൻ്റെ കല്യാണം കഴിഞ്ഞേ ഉണ്ട്. അന്നൊക്കെ ക്ഷമിച്ച് നിന്നും കണ്ടിട്ട് നന്നായി കഴിച്ച് വിചാരിച്ച്. ഇപ്പോൾ നല്ലോണം അടിക്കലല്ല കത്തിയരിയത്ത് വെച്ച് കടക്കല കുത്തൊന്നും പറഞ്ഞു കണ്ടിട്ട് നല്ലോണം മദ്യപിക്കും. വേറെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിക്കേണ്ട ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കലുണ്ട്. എന്തോ ഒരു പാക്കറ്റൊക്കെ കാണുന്നുണ്ട്. നൌഷാദ് ലഹരിക്കടിമയാണെന്നും നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നും നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങളായി ഭർത്താവ് തന്നെ മർദ്ദിക്കാറുണ്ടെന്നും ഇത്തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. യുവതിയുടെ പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അക്രമത്തിന് പിന്നാലെ നൌഷാദ് ഒളിവിൽ പോയി. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ജനം, കോഴിക്കോട്. കൊല്ലം കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മങ്ങാട് സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമ അമൽകുമാറിനാണ് പരിക്കേറ്റത്. കേസിൽ ഒരാൾ ഇന്നലെ അറസ്റ്റിലായിരുന്നു.